ഇവിടെ ഒരാളെ കണ്ടോ, ഒരു വാളൊക്കെ പിടിച്ച് അതൊരു ട്രഡീഷണൽ രീതിയിൽ പുള്ളിയാണ്. ഒരു അതിഗംഭീര സ്ട്രീറ്റ് ആണോ ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഒരുപാട് ടൂറിസ്റ്റുകളും ലോക്കൽസും ഇവിടെ കാണുന്നുണ്ട്. ഹലോ ഗൈസ്, നമസ്കാരം. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സെന്റ് മാലോ ഫ്രാൻസിൽ. അതായത് വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് ഇത്. മനസ്സിലുണ്ടോ? ഇതിൻ്റെ ചുറ്റും കണ്ടോ, വലിയ എന്താ പറയുക, വൻമതിൽ പോലെ കെട്ടിയിട്ടൊക്കെയാണ് ഈ സിറ്റി ഇവർ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കണം. പിന്നെ അതുകൂടാതെ ഹിസ്റ്റോറിക് പരമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഇവിടെ പറയാൻ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനവിടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവിടെ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ അതിമനോഹരമുണ്ട്, സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വിഷ്വലിലൂടെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും കാഴ്ചകളിലോട്ട് പോകാം നമുക്ക്. യുദ്ധകാലങ്ങളിൽ ആക്രമണങ്ങളെ ചെറുക്കാൻ 2 കിലോമീറ്റർ ചുറ്റളവിൽ വൻമതിലുകൾ കെട്ടി വേൾഡ് സിറ്റി എന്നറിയപ്പെടുന്ന ഫ്രാൻസിലെ സെന്റ് മാലോസ്. നോക്കി എത്രത്തോളം ഉയരത്തിലാണ് ഇവരിവിടെ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കണം നോക്കൂ. കാരണം ഇത്രയും വെള്ളം, എന്താ പറയുക, വേലിയിറക്കം വേലികയറ്റം ഉള്ള സമയങ്ങളിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ടാണ് സത്യം പറഞ്ഞ് ഇത്രയും ഉയരത്തിൽ ഇവർ ഇവിടെ ഇങ്ങനെ പണിതിരിക്കണം. പിന്നെ കുറേ അത്യാവശ്യം അവിടെ നിന്ന് അങ്ങേറ്റൊന്നും ഉണ്ട്, ബോട്ടുകളിൽ നിന്ന് ഇറങ്ങി കുറേ ടൂറിസ്റ്റുകൾ ഈ സ്ട്രീറ്റിലേക്ക്, ഇതിൻ്റെ ഉള്ളിലുള്ള സ്ട്രീറ്റുകളിലേക്കും ഈ സ്ഥലത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, കുറേ ഇഷ്ടം പോലെ ബോട്ടുകളുണ്ട് ഇവിടെയൊക്കെ. വെള്ളം കണ്ടോ, വെള്ളം ഇപ്പോൾ വളരെ താഴ്ന്ന നിലയിലാണ്, വേലി ഇറക്കമാണ് സത്യം പറഞ്ഞു. പക്ഷേ ഒരുപാട് ഉയരത്തിലൂടെ വെള്ളം കയറാറുണ്ട് സാധാരണ രീതിയിൽ. ഇവിടെ ഈ സ്ട്രീറ്റിലേക്ക് എൻ്റർ ചെയ്യണതിൻ്റെ പുറത്ത് തന്നെ ഇതുപോലെ ഇവൻസിൻ്റെയും ഈ ഒരു സ്ഥലത്തിൻ്റെ റൂട്ട് മാപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ബോർഡായിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വളരെ ടൂറിസ്റ്റുകൾക്കൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യണ ഒരു കാര്യമാണ് ഇങ്ങനെ ഇവിടെ ചെയ്ത് വെച്ചിരിക്കണം. എല്ലാ സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലെ മാപ്പുകളൊക്കെ. നമുക്കെന്തായാലും സ്ട്രീറ്റിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം, അവിടെയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് ഇനി പോവാം. ഇവിടെ കണ്ടോ കുറേ റെസ്റ്റോറൻറ്റ്സും അതുപോലെ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെയാണ് കേട്ടോ ഇതിനുള്ളിൽ കുറയ്ക്കണം. പക്ഷെ ഇത് വളരെ എന്താ പറയുക, നല്ല ഭംഗിയുണ്ട് ഇതിനുള്ളിൽ കാണാൻ. ഈ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന രീതികളെല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. പല യൂറോപ്യൻ കൺട്രിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും ഉള്ള കാഴ്ചകൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് നോക്കിക്ക് ഒരു വ്യത്യസ്ത അനുഭവം ഉണ്ടോ. പക്ഷേ നല്ല ഫ്രെയിം തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. ഇതുണ്ടോ, ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ ഒരു സ്ട്രീറ്റ്. ബിൽഡിങ്ങുകൾ കിട്ടിയിരിക്കുന്നത് വളരെ ഉയരത്തിലാണ് കേട്ടോ. യൂറോപ്പിൽ എവിടെയും ഞാനിതുപോലെ ഇത്രയും ഉയരത്തിൽ ബിൽഡിങ്ങുകൾ ഞാൻ സ്ട്രീറ്റ്സിൻ്റെ ഉള്ളിൽ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ വളരെ ഉയരത്തിലാണ്. അതുകൂടാതെ തന്നെ ഒരുപാട് ഡൈവേഴ്സൻസ് ഉണ്ട്, തിരിഞ്ഞ് പോകാനുള്ള കുറേ ടേണുകൾ ഈ ഒരു സ്ട്രീറ്റിനുള്ളിലുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, ഇവിടെ ബൊട്ടീക്സും അതിന് ഓപ്പോസിറ്റായിട്ട് റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവിടെ കുറേ വർക്ക് ചെയ്യണം. ഐസ്ക്രീം ഷോപ്സ് കാര്യങ്ങൾ, പിന്നെ ലേഡീസ് മെൻസ് ക്ലോത്ത്സിൻ്റെ ഒരു സെക്ഷൻ, ബൊട്ടീക്സ് ആണ് ഞാൻ കൂടുതലായിട്ട് ഇവിടെ കാണുന്നത്. ഇവിടെ ഈ ഒരു ഐസ്ക്രീം ഷോപ്പിന്റെ മുന്നിലുള്ള തിരക്ക് കണ്ടോ. ഐസ്ക്രീം ഷോപ്പിന് അതുകൂടാതെ വഫിൾ പാൻ കേക്ക് അങ്ങനെയുള്ള കുറച്ചൊരു ഷോപ്പുണ്ട്. അവിടേക്കുള്ള തിരക്ക് കാണണം ആളുകളുടെ. ഇവിടെയുള്ള ടൂറിസ്റ്റുകൾ മുഴുവൻ ഇവിടെയാണ് വിസിറ്റ് ചെയ്യണമെന്ന് എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. ഒരു രക്ഷയില്ലാത്ത ഫ്രെയിമാണ് കേട്ടോ സത്യം പറഞ്ഞു ഇവിടെയൊക്കെ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ. ലാൻഡ്സ്കേപ്പ് വളരെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഒരുപാട് കാഴ്ചകളിൽ നല്ല വ്യത്യാസമുണ്ട് പല സ്ഥലങ്ങളുടെ അപേക്ഷിച്ച്. ഇവിടെ നിന്ന് അത് പുറത്ത് കിടക്കാനുള്ള വഴിയുണ്ടോ. ഈ സ്ട്രീറ്റ് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് നമ്മൾ
ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് ഉള്ളിൽ തന്നെ നമ്മൾ കറങ്ങിത്തിരിയുമ്പോൾ ഈ സ്ട്രീറ്റും അടുത്തുള്ള കുറേ റെസ്റ്റോറൻറ്റ്സ്, കഫേസ്, അതുപോലുള്ള ബാറുകൾ, ഇത് കണ്ടോ ഇവിടെയൊക്കെ സൈഡ് ഓരോ വൈൻ ഷോപ്പുകൾ അങ്ങനെയുള്ളതൊക്കെയാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. ഇഷ്ടംപോലെ നായ്ക്കളെ കാണാൻ പറ്റുള്ളൂ. പലരും വളർത്തു നായും കൊണ്ടാണ് ഇവിടെ കറങ്ങാൻ വന്നിരിക്കുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകളെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ ബെസക്കിന്റെ ഒരു ബ്രാൻഡഡ് ഷോപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് ബ്രാൻഡഡ് ഷോപ്സ് ഈ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു സ്ട്രീറ്റിൽ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഹോട്ടൽ കാർട്ട, വളരെ വ്യത്യസ്തമായ അനുഭവമാണ് നമുക്ക് ഈ സ്ട്രീറ്റിനുള്ളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു സ്ഥലം റൂട്ട് ദോറം, അതായത് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ റൂട്ട് ദോറം എന്താണുള്ളത്. അതായത് ബോട്ട് റേസ് ആണ്. അതായത് 4 വർഷം കൂടുമ്പോൾ നവംബർ, സെപ്റ്റംബർ, ഒക്ടോബർ ടൈമിൽ ഇവിടെ നടക്കുന്ന ബോട്ട് റേസ് ആണത്. മനസ്സിലാണ്ടോ? അതിന് ഈ ലോകത്തെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സ്ഥലം ഫ്രാൻസിലെ ഈ സെൻറ്റ് മാലോ എന്നുള്ളത് വളരെ പേര് കേട്ട സ്ഥലമാണ് റൂട്ട് ദോറം ബോട്ട് റേസിന് വേണ്ടിയിട്ട്. അത് അത്ര എന്താ പറയുക, എനിക്ക് ഞാൻ നോക്കിയതിൽ മില്യൺസോളം, അതായത് 2 മില്യൺസോളം ആളുകളാണ് ആ ഒരു ഒക്ടോബർ നവംബർ ടൈമിൽ ഇവിടെ വിസിറ്റ് ചെയ്യണത്. ഒരാഴ്ചയിലുണ്ടോ, ഒരാഴ്ചയിലും വിസിറ്റ് ചെയ്യണ ആളുകളുടെ എണ്ണോളം 2 മില്യൺ. അത്രയും കോടിക്കണക്കിന് ആളുകളാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നത്. ഇതുകൊണ്ടോ കടൽ തീരത്തായിട്ടുള്ളൊരു സ്ട്രീറ്റ് ആയതുകൊണ്ട് സീ ഫുഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെച്ചിട്ടോ. ഇവിടെ സീ ഫുഡ് തന്നെയാണ് ഇവിടെ കൂടുതലും കൺസംഷൻ. ഇവിടെ ഒരു ഷോപ്പ് കണ്ടോ, സീ ഫുഡിന് മാത്രമായിട്ടുള്ള ഒരു ഷോപ്പ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അപ്പുറത്തെ ബേക്കറി, പേസ്ട്രി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുത്തെ ബേക്കറി പേസ്ട്രിയൊക്കെ വളരെ ടേസ്റ്റാണല്ലോ. നാട്ടിലെ പോലെ ബണ്ണും റൊട്ടിയും അതുകൊണ്ട് മാത്രം തീർന്നതല്ല ഇവിടുത്തെ ബേക്കറിയും പേസ്ട്രി ഒന്നും. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് ആ സ്ട്രീറ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഈ റെസ്റ്റോറൻറ്റിൽ തിരക്കൊന്നും നോക്കിയോ, ഈ 2 സൈഡുള്ള റെസ്റ്റോറൻറ്റിൽ തിരക്കുകളൊന്നും നിങ്ങളൊന്ന് നോക്കിയോ. അത്രമാത്രം ജനങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടൂറിസ്റ്റുകളും ലോക്കൽസ് വളരെ കുറവായിരിക്കും. എന്നാലും ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ലോക്കൽസിനുണ്ടാവും. ഒരുപാട് തിരക്കുണ്ട് കേട്ടോ ഇവിടുത്തെ ഈ കഫേയിലൊക്കെ. ഇവിടുത്തെ ഒരു 3 സ്റ്റാർ ഹോട്ടൽ കേട്ടോ. ഒരുപാട് ഇതുപോലെ 3 സ്റ്റാർ ഹോട്ടൽസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസ് ആയതുകൊണ്ട് 3 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇവിടെ ഇത്ര വലിപ്പുള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല ലക്ഷറിയസ് ആയിട്ടാണ് അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കണം. നമുക്കെന്തായാലും ഇതിന് മുകളിലോട്ട് പോവാം. മുകളിലോട്ട് കയറി പോയിട്ട് കാഴ്ചകൾ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും മുകളിലേക്ക് പോകുന്നുണ്ട്. ഈ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടുതലും ഈ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കടലിലെ കാഴ്ചകളൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് കാണാൻ കഴിയും. ചിലപ്പോൾ ഇവിടെ ഒരാളെ കണ്ടോ, ഒരു വാളൊക്കെ പിടിച്ച് ഒരു ട്രഡീഷണൽ രീതിയിൽ പുള്ളി പോയി. എന്തോ സംഭവം ഉണ്ടാവില്ല. പക്ഷേ ഇത് കണ്ടോ, ആ കാണുന്നത് ഫോർട്ട് നാഷണൽ ഇവിടുത്തെ. പക്ഷേ വേലി കയറ്റുള്ള സമയങ്ങളിൽ ഇവിടെ ഫുൾ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് കയറി പോകാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെയുള്ള കാഴ്ച ഉണ്ടാകുന്നത് എത്ര മനോഹരമാണെന്നുള്ളത്. ഇപ്പോൾ വേലി ഇറക്കിയതുകൊണ്ട് വെള്ളം ഒട്ടുമില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് നടന്ന് ജസ്റ്റ് ആ ഫോർട്ടിലേക്ക് കയറി പോകുന്നു. ഞാൻ എന്തായാലും അവിടെ പോയിട്ട് കാഴ്ച ഞാൻ നിങ്ങൾ കാണിച്ചാൽ കൊണ്ട് കയറി ബീച്ചാണ് കേട്ടോ അത്. അതുകൊണ്ട് പലരും അവിടെ കുളിക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് ഉള്ളിൽ കയറി വന്ന് എല്ലാവരും മുകളിലേക്ക് തന്നെയാണ് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് പക്ഷെ നല്ല കാഴ്ചകളും കാണാൻ കഴിയും. വെള്ളത്തിനൊരു പ്രത്യേക ഒരു കളറുമാണ്, നീല കളർ. ഇവിടെ ഒരു പുള്ളി ഇരുന്നുകൊണ്ട് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഈ ബിൽഡിങ്സിന്റെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി ഇവിടെ ഇരുന്നുകൊണ്ട്. പക്ഷെ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. Under the stars up in the sky, directions hard to find. Under the stars up in the sky, I got lost at night. Under the stars up in the sky, directions hard to find. Under the stars up in the sky, I don't know where to take this, I don't wanna break this. ഞാനിപ്പോൾ നടന്ന ഫോർട്ട് നാഷണൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയുണ്ടോ. നിങ്ങൾ ഈ കണ്ടോ, ആ എൻ്റെ പുറകെ കാണുന്ന ആ സ്ട്രീറ്റ് സിറ്റി, അതായത്
അത് എത്ര ഉയരത്തിലാണെന്നുള്ളത് നിങ്ങൾ നോക്കും. പിന്നെ അതുകൂടാതെ ഞാൻ ഈ നടക്കണ ഭാഗത്തൊക്കെ വെയിൽ കയറ്റ സമയത്ത് ഇവിടെ ഫുൾ എന്താ പറയുക കടൽ കയറുണ്ടോ, അതാണ് ഇവിടുത്തെ. അതുകൊണ്ട് ഇതാണ് ഇത്രയും ഉയരത്തിൽ ഈ സിറ്റി അവർ ബിൽഡ് ചെയ്തെടുത്തിരിക്കണം. ഒരുപാട് പേരുണ്ട് ഇവിടെ, ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ബീച്ചിലുണ്ട്. പിന്നെ ഞാൻ ഫോർട്ട് നാഷൻ്റെ അവിടെ അത് കയറാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ പോയിട്ട് ഞാനൊന്ന് ആ ഒരു ഫോർട്ട് നാഷൻ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതുണ്ടോ, ഇതിപ്പോൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അതായത് ഹൈ ടൈഡ് സമയത്ത് ഇവിടെ കംപ്ലീറ്റ് ഈ കാണുന്നതെല്ലാം വെള്ളം കയറി കയറും, മനസ്സിലാവുണ്ടോ. വേലിയിറക്ക സമയങ്ങളിൽ മാത്രമേ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇറങ്ങി നടക്കാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. യൂറോപ്പിലെ തന്നെ, അതായത് ഫ്രാൻസിലാണ് ഈ ഒരു സെൻറ്റ് മാലോസ് എന്നുള്ള ഈ ഒരു സ്ഥലം. അപ്പോൾ എന്താ പറയുക, യൂറോപ്പ് കോണ്ടിനെൻറ്റിൽ ഏറ്റവും കൂടുതൽ വെയിൽ കയറ്റവും ഇറക്കവും സംഭവിക്കണ ഒരു സ്ഥലവും കൂടെയാണ് ഇത് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഫുൾ വെള്ളമാണ്. 6 മണിക്കൂർ കൂടുമ്പോൾ ഇവിടെ 13 മീറ്റർ ഉയരത്തിലാണ് ഇവിടെ വെയിൽ കയറ്റം ഉണ്ടാവുന്നത്, 6 മണിക്കൂറുകൾ കൂടുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം, ഇതോടെ കണ്ടില്ലേ ഇവിടെ കംപ്ലീറ്റ് വെള്ളമാണ് ഈ താഴെയൊക്കെ. കടൽ കയറുമ്പോൾ എന്തായാലും ഈ ഫോർട്ട് നാഷൻ്റെ ആ ഉയരത്തിലൂടെ വെള്ളം കയറും. അതുകൊണ്ടാണ് ഈ സിറ്റി ഇത്രയും ഉയരത്തിലൊരു ബിൽഡ് ചെയ്ത് വയ്ക്കാൻ കാരണം തന്നെ. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടില്ലേ ഈ സ്ഥലത്തൊക്കെ ഫുൾ വെള്ളമായിരിക്കും, കടലിന് അടിയിലാവും വെയിൽ കയറ്റ സമയങ്ങളിൽ. ഫോർട്ട് നാഷണൽ ഫ്രാൻസിലെ സെയിന്റ് മാലോസ് എന്ന ദ്വീപിൻ്റെ സുരക്ഷയ്ക്കായി 1689 കാലഘട്ടങ്ങളിൽ ഗ്രേറ്റ് മിലിറ്ററി ആർക്കിടെക്റ്റായ വൗബൻ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ കെട്ടിപ്പടുത്ത തീരസംരക്ഷണ സമുച്ചയം. അതാണ് ഈ ഫോർട്ട് നാഷൻ്റെ. ഇത് കണ്ടോ നിങ്ങൾ, ഇതായത് ഇവിടെയൊക്കെ ഫുൾ വെള്ളമായിരിക്കും കേട്ടോ നാളെയൊക്കെ. ഇപ്പം ഞാൻ വരുമ്പോൾ തന്നെ ഈ വഴി മുഴുവൻ ഇവിടെ കണ്ടില്ല, ഇവിടെ എല്ലാം വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫോർട്ട് നാഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ ഈ ബീച്ചിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതുകൂടാതെ ഈ സൈഡത്തെ ഈ ബിൽഡിങ്ങുകാർ, അതായത് എത്രത്തോളം ഉയരത്തിലാണ് ഇവർ പണിതിരിക്കണം എന്നുള്ളത് കൂടെ ഞാൻ നിങ്ങൾക്ക് ഈ വിഷ്വൽസിലൂടെ കാണിച്ചു തരാം. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അതാ ഈ കടലിലാണ് ഇവർ ഈ ഫോർട്ട് നാഷൻ ബിൽഡ് ചെയ്തെടുത്തിരിക്കണം. ഒരു എന്താ പറയുക, കടലിനടിയിൽ സാധാരണ ഈ വെള്ളത്തിനടിയിൽ എന്താ പറയുക പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പക്ഷേ ഇവിടെയൊക്കെ വളരെ എക്സ്ട്രീം ലെവലിലാണ് ഈ മൗണ്ടൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലാണ് ഇവർ ഫോർട്ട് നാഷൻ പണിതെടുത്തിരിക്കണം. ലോകമഹായുദ്ധ കാലഘട്ടങ്ങളിൽ അമേരിക്കൻ സേനയുടെ ആക്രമണങ്ങൾക്ക് പുറമെ അന്യരാജ്യങ്ങളുടെ ആക്രമണം ചെറുക്കുന്നതിനും കൂടിയായിട്ടാണ് 2 കിലോമീറ്റർ ചുറ്റളവിൽ പട്ടുകൂറ്റൻ കരിങ്കല്ലുകൾ ഉപയോഗിച്ച് സെയിൻറ്റ് മാലോസിലെ ഈ ഓൾഡ് സിറ്റിക്ക് ചുറ്റും കവാടങ്ങളോടുകൂടെ തന്നെ സംരക്ഷണ വലയം തീർത്തിരിക്കുന്നത്. I know you'll follow me. I don't wanna take this, I don't wanna break this. We're living in the moment, living in the moment. Your head is on my shoulder, we're never getting older. Baby, it's you and I. Yeah, we're stars. ഇവിടെ കടൽ തീരത്തിന് ചുറ്റും സൈഡിൽ തന്നെ എന്താ പറയുക ഒരു ചെറിയൊരു കഫേയും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടോ. നമുക്ക് എന്തായാലും ആ പള്ളിയിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ എത്രമാത്രം എന്താ പറയുക, അത്രയും കടിഞ്ഞുപോയ കല്ലുകൾ കൊണ്ടാണ് ഇവിടേക്ക് ഈ ബിൽഡിങ്ങുകളും ഇതുപോലെയുള്ള കവാടങ്ങളൊക്കെ ഒരു നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കണ്ടോ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളും. ആ സ്ട്രീറ്റ് മെയിനായിട്ടുള്ള ആ സ്ട്രീറ്റിന് പുറമെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളും കഫേസൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുണ്ട്, ഇതെല്ലാം അക്കോമഡേഷനും കാര്യങ്ങളുള്ള സൗകര്യമുള്ള ഹോട്ടൽസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മളെ ചർച്ചിൻ്റെ മുന്നിലെത്തിയിട്ടോ. ആ ചർച്ചിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. Breathing feels like I'm lucid dreaming. I'm not usually the type to rush into the night. This time
ചർച്ച ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ നിശബ്ദതയാണ് വളരെ. അതുകൊണ്ടാണ് എനിക്ക് അധികം സംസാരിക്കാൻ പറ്റാത്തത്. lucid dreaming. I'm not ഒരു usually രക്ഷയില്ലാത്ത the ചർച്ച. type to rush into the night. This time I can't be speeding. I'm taking it slow, but I just want more. I'm taking it slow, just go with the flow. I'm taking it slow, but I just want more. I'm taking it slow, just go with the flow. I'm taking it slow, my knees on the floor. I'm begging for more. It's you I am for. You took me to see Versailles. യൂറോപ്യൻ രാജ്യങ്ങളിലെ എല്ലാ പള്ളികളിലും ഈ ബെൽ സിസ്റ്റം തന്നെയാണ് യൂസ് ചെയ്ത് വരണ. ഓരോ മരണാനന്തര ചടങ്ങുകൾക്കും. അതുകൂടാതെ തന്നെ ചില പള്ളികളൊക്കെ 10-15 മിനിറ്റ് കൂടുമ്പോൾ ഇത് റിങ് ചെയ്യാറുണ്ട്. ഒരു മനുഷ്യൻ്റെ ശക്തിയോ ഒന്നും ആവശ്യമില്ലാത്തൊരു സംഭവമാണ്. പിന്നെ അതുകൂടാതെ തന്നെ വെറും ഓട്ടോമേറ്റഡ് സിസ്റ്റം കൊണ്ട് മാത്രം പ്രവർത്തിച്ചു വരുന്ന ഒരു ബെല്ലാണിത്. വളരെ ശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുകയാണ് ഈ ബെല്ലുകളൊക്കെ. But I just want more. I'm taking it slow, just go with the flow. I'm taking it slow, but I just want more. ഞാനങ്ങനെ ചർച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് പുറത്തിറങ്ങി. ഇനി നമുക്ക് സ്ട്രീറ്റിലേക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് ഈ വ്ളോഗും എല്ലാം അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ വീടുകളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ട് ഇവിടെ വണ്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. അതെ, ഇവിടെയൊക്കെ വീടുകളുണ്ടോ ഈ പുറകിലുള്ളത്. ആലോചിച്ച് നോക്കി എന്തല്ലേ, ഫ്രണ്ടിലൊരു സ്ട്രീറ്റും കുറേ ഷോപ്പുകളും പിന്നെ അതിൻ്റെ ബാക്കിൽ കുറേ താമസക്കാർ അല്ലേ. എത്ര മനോഹരമാണോ നമ്മളത് നോക്ക്. ഇവിടുത്തെ ജീവിതം എത്രത്തോളം അല്ലേ അവർ ആസ്വദിക്കേണ്ടെന്നുള്ളതാണ് ഞാൻ നോക്കി കാണുന്നത്. പക്ഷേ എല്ലാ ദിവസവും ഇവിടെ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് പോണത്. ഈ സ്ട്രീറ്റിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ ഇതുപോലെ കുറേ ഗോസി പാർക്കുകളുണ്ട് കേട്ടോ. അതിന് ചുറ്റും റെസ്റ്റോറൻറ്റ്സുകളും കഫേസൊക്കെ വർക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഗോസി പാർക്കുണ്ട്. കാരണം കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ അവർ വിസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി ഉള്ള അവരുടെ കുട്ടികൾക്ക് അവരുടേതായ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അതിനുള്ള സെറ്റുകളൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഇതൊരു ഗോസി പാർക്കാണ് ഇവിടുത്തെ. ഒരുപാട് തിരിവുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് ചുറ്റി പോകാൻ കാഴ്ചകളും അനുസരിച്ചുണ്ട്. സ്ട്രീറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ. എല്ലാ ബിൽഡിങ്ങുകളും ഇവർ കല്ലുകളും കൊണ്ടാണ് പണി തീർത്തിരിക്കുന്നത് കേട്ടോ. ഇതാണ്ടോ സൈഡൊക്കെ. ഈ ഒരു സിറ്റി തന്നെ ഒരു ഈ ഒരു സിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ഐലൻഡ് തന്നെ ഇവർ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കണത്. അപ്പോൾ എത്രത്തോളം പണിക്കാരുടെ എഫേർട്ടും എത്രത്തോളം എഫേർട്ട് അവിടെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ ആലോചിക്കുകയാണ്. ഇത് കണ്ടോ, ഒരുപാട് കഫേസാണ് ഇഷ്ടം പോലെ. എണ്ണയാ തീരില്ല അത്രയും കഫേസും റെസ്റ്റോറൻറ്റ്സും ഇതിന് ചുറ്റുമുണ്ട്. പിന്നെ കുറേ ബ്രാൻഡഡ് ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. അത് അവിടെ കണ്ടു. ടോമി ഹിൽഫയറിൻ്റെ ഒരു ഷോപ്പ് കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. എന്താ ലാക്കോസ്റ്റയുടെ ബ്രാൻഡ് ഇവിടെയുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു നാപ്പാപ്പിച്ചിരി ഇതുപോലെ കുറേ ഈ സ്ട്രീറ്റ് കംപ്ലീറ്റ് ബ്രാൻഡഡ് ഷോപ്പുകളിൻ്റെ ഒരു ശൃംഖല തന്നെയാണുള്ളത്. കുറേ യാത്രക്കാർ ഈ ട്രെയിനിൽ യാത്ര ചെയ്ത്, അതായത് ഈ ഒരു ഐലൻഡിലെ കാഴ്ചകൾ കാണാനായിട്ട് വളരെ യൂസ്ഫുൾ ആയൊരു കാര്യമുണ്ടോ ഈ ട്രെയിൻ. ഒരുപാട് യാത്രക്കാർ അതിലുണ്ട്. ഒരു രക്ഷയില്ലാത്ത സ്ട്രീറ്റായി പോയത്. ഞാൻ ഇതുവരെ സ്ട്രീറ്റുകൾ ഇങ്ങനെ ഞാൻ എക്സ്പ്ലോർ ചെയ്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഫ്രാൻസിൽ ഇതുപോലെ ആയിരിക്കും എല്ലാ സ്ട്രീറ്റുകളെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയും പിന്നെ അതുകൂടാതെ ഒരുപാട് ഷോപ്പുകളാണ് അതിൻ്റെ ഉള്ളിൽ. ബ്രാൻഡഡ് ഷോപ്പുകളും റെസ്റ്റോറൻറ്റ്സും കഫേസും അങ്ങനെ കുറേ ബൊട്ടീക്കൊക്കെ ആയിട്ട്. ഒരു പുള്ളി ഉണ്ടോ സൈഡിലിരുന്ന് കൂളായിരുന്ന് ബിയറടിക്കുക എന്നുള്ളത്. വയസ്സായവരും യങ്സ്റ്റേഴ്സ് എല്ലാ പ്രായക്കാരും ഇവിടെ ഉണ്ട് കേട്ടോ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അവരൊക്കെ സത്യം പറഞ്ഞ് ജീവിതം ആസ്വദിക്കുകയാണ് ഇവിടെയൊക്കെ. ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇതുണ്ട് എൻ്റെ പുറകിലൊക്കെ നിങ്ങൾ നോക്കിക്കുക.
എൻ്റെ ആ ചർച്ച ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ ഈ സ്ട്രീറ്റും ഇതിന് ചുറ്റുമുണ്ട് ഈ വൻമതിലുകൾ പേര് പണിതിരിക്കണ ഒരു നടപ്പാത പോലെ. കാഴ്ചക്കാർക്ക്, അതായത് ടൂറിസ്റ്റുകൾക്ക് വളരെയേറെ എന്താ പറയുക, നല്ല രീതിയിലുള്ള കാഴ്ചകൾ സമ്മാനിക്കണ ഒരു നടപ്പാത. ഒരുപാട് കുറച്ച് എന്താ പറയുക, ആ സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ ആ സെൻട്രലിലെത്തിയ ഒരുപാട് തിരക്കാണ് അവിടെ ടൂറിസ്റ്റുകളുടെ. ഷോപ്പുകളിലും റെസ്റ്റോറൻറ്റ്സിലും കഫേസിലൊക്കെ. ഇവിടെ പക്ഷേ ഒരു പ്രശ്നം എന്താ പറയുക, കടൽ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം വലിയ രീതിയിൽ തിരമാലകൾ ഉയരത്തിലടിക്കുമ്പോൾ അതിവിടെ ബുദ്ധിമുട്ടാണ്. കാരണം റോഡുകളിൽ വെള്ളം കയറും. പിന്നെ അതുകൂടാതെ ഈ സ്ട്രീറ്റുകളിലേക്ക് കയറില്ല. കാരണം ഇത്രയും വലിയൊരു വൻമതിൽ പോലെ ഇവർ ഇവിടെ പണിതിരിക്കണത് കൊണ്ട് അതിനുള്ള സാധ്യതയില്ല. പക്ഷെ എന്താ പറയുക, ഇതാ കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം. അതായത് ഈ കടലുണ്ടോ, ഇവിടെ നിന്ന് അപ്പുറത്ത് ആ സൈഡൊക്കെ പെട്ടെന്ന് വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇവിടെ വേലി കയറ്റവും വേലിയിറക്കത്തിനും യൂറോപ്യൻ കോണ്ടിനെന്റിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ടാണ് ഇവർ ഈ സ്ട്രീറ്റും ഈ സിറ്റി കാര്യങ്ങളൊക്കെ ഇത്രയും ഇങ്ങനെ ബിൽഡ് ചെയ്തിരിക്കണം ഉയരത്തിൽ വൻമതിലോടുകൂടെ. പിന്നെ ആക്രമണങ്ങളൊക്കെ ചെറുക്കാനായിട്ടാണ്. പക്ഷെ അതിന് പുറമെ ഈ കടൽ പ്രക്ഷോഭം കൂടെ ആകുമ്പോൾ ഇവിടെ കുറച്ച് റിസ്ക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. എത്ര ഉയരത്തിലാണ് ഞാൻ ആ ചുറ്റും നോക്കുമ്പോൾ ബൗണ്ടറി കണ്ടോ, എത്ര ഉയരത്തിലാണ് ഒരു സത്യം പറഞ്ഞ് ഇവർ ബിൽഡ് ചെയ്തിരിക്കണം. ഒരുപാട് എന്താ പറയുക, എത്ര പേര് എഫേർട്ടായിരിക്കും. അതുപോലെ എത്രത്തോളം ക്യാഷ് പരമായിട്ട് എത്രത്തോളം ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ഇവിടുത്തെ ഗവൺമെൻറ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ടൂറിസം സാധ്യതകൾ വളരെയേറെ ഉണ്ടോ. എത്രത്തോളം ടൂറിസം മാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ മാക്സിമം അവർ എഫേർട്ട് ഇട്ടുകൊണ്ട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആക്ടിവിറ്റീസുകളും അത്രത്തോളം നല്ല രീതിയിലാണ് ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഒരുപാട്, അതായത് ഒരു ദിവസമൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ടൂറിസ്റ്റാണ് ഇവിടേക്ക് വിസിറ്റ് ചെയ്യണത്. I'm taking it slow, but I just want more. I'm taking it slow, just go with the flow. I'm taking it slow. ഇറങ്ങി വരല്ലേ ഈ വ്ളോഗ് ഇവിടെ നിന്ന് അവസാനിപ്പിക്കുക. കാരണം ഞാൻ മാക്സിമം ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്തായാലും ഞാനൊരു പുതിയ വ്ളോഗായിട്ട് എത്തുന്നതായിരിക്കും. ഞാനിങ്ങനെ മാക്സിമം ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഈ ടെർമിനലിൽ വന്ന് വൈഫൈ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. എന്താ പറയുക, എന്നാലും കാണാനുള്ള കാഴ്ചകൾ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു മടുപ്പുമില്ലാതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു ഒരു 2 മണിക്കൂർ. ഗംഭീര കാഴ്ചകളായിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടിയത്. ഞാൻ എന്തായാലും ഇനി പുതിയ വീഡിയോ ആയിട്ട് വരും സൗത്ത് ആംപ്ടണിൽ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.